എൻ്റെ മുഖത്ത് കാണുന്ന ഈ തെളിച്ചം വേറെ ഒന്നും കൊണ്ടല്ല. ഞാനൊരു 3-4 മാസമായിട്ട് എൻ്റെ ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ആ മൈൻഡൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു. തിരക്കുകളുടെ ഒരു ഗംഭീര ഘോഷയാത്ര തന്നെയായിരുന്നു കേട്ടോ. കാര്യം ഒരു 3-4 മാസത്തെ ഒരു ഗ്യാപ്പ് ആണെങ്കിൽ പോലും എവിടേക്കോ എൻ്റെ ആ ഒരു സെൽഫ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പേപ്പർ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. പിന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കല്യാണം കഴിഞ്ഞ് ഇപ്പോഴേ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ലൈഫാണ്. എത്ര ബിസി ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് മെറ്റീരിയലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ബാക്ക് ടു ഇങ്ങനെ ചിന്തിക്കും. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊരു പരിധിയിൽ കൂടുതൽ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ബാലൻസ് തന്നെ അങ്ങോട്ട് പോവും. ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറയണ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡിനെയും ഒരു പരിധി വിട്ട് നമ്മൾ പൂട്ടി വെക്കാൻ പാടില്ല. എൻ്റെ കയ്യിൽ ഒരു ലോഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, പക്ഷെ അതൊക്കെ നമ്മുടെ അങ്കമാലിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഞാൻ ടു ഡു ലിസ്റ്റ് സ്ഥിരം എഴുതുന്ന എൻ്റെ ഒരു നോട്ട്ബുക്കും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ആണ്. അപ്പോൾ അത് വെച്ച് ഞാനങ്ങ് തട്ടിക്കൂട്ടി. ഇപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സും ഒരു കുഞ്ഞു നോട്ട്ബുക്കും ആണല്ലോ, പക്ഷെ ഇതിന് തരാൻ പറ്റുന്ന ഹാപ്പിനെസ് ഭയങ്കര വലുതാണ്. പൊതുവേ ഞാൻ ജേണലിങ് അധികം ചെയ്യാറില്ല, അതുകൊണ്ട് ഇതത്ര ഭംഗിയായിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ എല്ലാം കൂടെ ഒന്ന് പൊടി തട്ടി എടുത്തപ്പോൾ എന്തോ മനസ്സിനൊരു ആശ്വാസം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.